നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ വധത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര യുദ്ധം ശക്തമാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി യുഎന്നിലെ US അംബാസിഡർ മൈക്ക് വാൾട്സ് രംഗത്തെത്തി. ഇറാൻ സ്വയം ഇരയായി ചമയുകയാണെന്നും എന്നാൽ അവരുടെ ഭൂതകാലം രക്തപങ്കിലമാണെന്നും അദ്ദേഹം ആരോപിച്ചു. നേരിട്ടല്ലാതെ നിഴൽ രൂപങ്ങൾ വഴി ഡൊണാൾഡ് ട്രംപിനെ ഇല്ലാതാക്കാൻ ടെഹ്റാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. ഇറാനെതിരായ US-ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത യുദ്ധ സാഹചര്യം ചർച്ച ചെയ്യാൻ ചേർന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു വാൾട്സിന്റെ ആരോപണം. കഴിഞ്ഞ 47 വർഷമായി അമേരിക്കയ്ക്ക് മരണം എന്ന മുദ്രാവാക്യവുമായി രാജ്യാന്തര സമാധാനം ഇറാൻ തകർക്കുകയാണെന്ന് വാൾട്സ് കുറ്റപ്പെടുത്തി. പാർലമെന്റ് ആരംഭിക്കുമ്പോഴെല്ലാം ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യാൻ അവർ ശ്രമിച്ചു. അവസാനിക്കാത്ത രക്തച്ചൊരിച്ചിലിന്റെയും കൂട്ടക്കൊലയുടെയും പ്രചാരണമാണ് അവർ നടത്തിയത്. പ്രകോപനമില്ലാതെ തന്നെ അമേരിക്കയെയും ഇസ്രയേലിനെയും ലക്ഷ്യമിട്ടുള്ള നിരവധി സായുധ ആക്രമണങ്ങൾ ഇറാൻ നടത്തി. UN ചാർട്ടറിന്റെ ലംഘനങ്ങൾക്കും മിഡിൽ ഈസ്റ്റിലുടനീളം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തിയതിന് ഇറാൻ ഉത്തരവാദികളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും അവർ വധിക്കാൻ ശ്രമിച്ചുവെന്നും മൈക്ക് വാൾട്സ് ആരോപിച്ചു. നയതന്ത്ര ചർച്ചകൾക്ക് അവസരമുണ്ടായിട്ടും ആണവ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ ഇറാൻ തയ്യാറായില്ല. രാജ്യാന്തര കപ്പൽ പാതകളിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് US ചൂണ്ടിക്കാട്ടി. ഇറാന്റെ ഭീഷണികളെ നേരിടാൻ ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക സ്വീകരിക്കുന്നത് UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 51 പ്രകാരമുള്ള നിയമപരമായ നടപടികളാണെന്നും മൈക്ക് വാൾട്സ് വിശദീകരിച്ചു. പരസ്യമായി ഇരയാണെന്ന് അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ മോശമായ പ്രവർത്തികൾ മറച്ചുവെക്കാനും മൂടിവെക്കാനും നേരിട്ട് മാത്രമല്ല മറിച്ച് തങ്ങളുടെ നിഴൽ രൂപങ്ങൾ വഴിയും ടെഹ്റാൻ ശ്രമിച്ചതായിട്ടാണ് വാൾട്സ് ആരോപിക്കുന്നത്. ഇറാന്റെ ഭീഷണി നിറഞ്ഞ പ്രവർത്തനങ്ങൾ അമേരിക്കയെയും അമേരിക്കൻ സൈനികരെയും വിദേശത്തുള്ള താവളങ്ങളെയും പങ്കാളികളെയും ലോകമെമ്പാടുമുള്ള സഖ്യകക്ഷികളെ നേരിട്ട് അപകടത്തിലാക്കുന്നതാണ്. ഇറാനുമായിട്ടുള്ള ഈ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ അമേരിക്ക എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ആ അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. അതിനാൽ ഇസ്രായേൽ സർക്കാരുമായി അടുത്ത ഏകോപനത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 51 അനുസരിച്ച് ഈ ഭീഷണികളെ നേരിടാൻ അമേരിക്ക നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രക്തച്ചൊരിച്ചിലും ക്രമക്കേടിനും കാരണമാകുന്നത് ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളാണ്. ഇറാൻ അമേരിക്കയുടെ സഖ്യകക്ഷികളെ ഭീഷണിപ്പെടുത്തുകയാണ്. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കുന്നുണ്ടെന്നും മൈക്ക് വാൾട്സ് കുറ്റപ്പെടുത്തി. നയതന്ത്ര ചർച്ചകൾക്ക് അവസരമുണ്ടായിട്ടും ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറാകാത്തത് ആണവ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇറാന്റെ ഈ നിലപാടിനെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന നിയമപരമായ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മൈക്ക് വാൾട്സ് വ്യക്തമാക്കുന്നു. ശനിയാഴ്ച പുലർച്ചെ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ് 86-കാരനായ ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെടുന്നത്. 3 പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖമീനി ടെഹ്റാനിലെ വസതിയിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ഈ വലിയ കുറ്റകൃത്യത്തിന് ഒരിക്കലും ഉത്തരം ലഭിക്കാതെ പോകില്ല എന്ന് ഇറാനിയൻ മന്ത്രിസഭ ഞായറാഴ്ച മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാൻ 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും പരമോന്നത നേതാവിന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ നടന്ന ഓപ്പറേഷൻ എപിക് ഫ്യൂറിയിൽ ടോമഹോക്ക് മിസൈലുകളും സൂയിസൈഡ് ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇസ്രായേൽ US സഖ്യം ആക്രമണം നടത്തിയത്. 1600 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം പോലും തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ഇറാനെതിരെ പ്രയോഗിക്കപ്പെട്ടത്. 3 പതിറ്റാണ്ടിലേറെ ഇറാനെ നയിച്ച വ്യക്തിയാണ് 86-കാരനായ ഖമീനി. മധ്യേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയിലാണ് ലോകം.